സംസ്ഥാനത്ത് വോട്ടുത്സവത്തിലേക്ക് കതിർ മണ്ഡപത്തിൽ നിന്നെത്തിയത് 3 ദമ്പതികൾ. പുതുജീവിതം ആരംഭിക്കുന്നതിനിടെ അവകാശമായ വോട്ട് രേഖപ്പെടുത്താൻ ഇവരെത്തിയത് കൗതുക കാഴ്ചയായി. തിരുവനന്തപുരത്തും കോഴിക്കോടും പൊന്നാനിയിലുമാണ് വധുവരന്മാർ വിവാഹ ചടങ്ങുകൾക്കിടെ പോളിംഗ് ബൂത്തിലെത്തിയത്. പൊന്നാനി മണ്ഡലത്തിലെ ആലിശ്ശേരി സ്വദേശികളായ ശ്രീകുമാറും ഗോപികയും താലികെട്ട് കഴിഞ്ഞ് നേരെ എത്തിയത് പോളിംഗ് ബൂത്തിലേക്ക്. 7 വർഷം നീണ്ട പ്രണയം പൂവണിഞ്ഞത് വോട്ടെടുപ്പ് ദിനത്തിലായതിന്റെ ആഹ്ലാദത്തിലാണ് ദമ്പതികൾ. 1/2 കിലോമീറ്റർ ദൂരത്തിലാണ് ഇരുവരുടെയും വീടുകൾ. അതിനാൽ വോട്ടിടാൻ ഒരു ബൂത്ത് തന്നെ കിട്ടി. കല്യാണ ദിവസമായി തന്നെ വോട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ അധികം സന്തോഷമുണ്ട്. എന്തായാലും വോട്ട് ചെയ്ത ആൾ വിജയിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു പ്രണയവിവാഹമാണ്. ഞങ്ങൾ ഒരേ വാർഡിൽ ഒരേ ബൂത്തിലുമാണ്. പിന്നെ എൻ്റെ ആദ്യത്തെ വോട്ടാണ്. അത് ഈ നല്ലൊരു ദിവസം തന്നെ ആയത് വളരെയധികം സന്തോഷം. തിരുവനന്തപുരം മുട്ടട സ്വദേശി അഖിലും വിഴിഞ്ഞം സ്വദേശി സുരഭിയും 2 ബൂത്തുകളിലായി വോട്ട് രേഖപ്പെടുത്തി. വിഴിഞ്ഞത്ത് നടന്ന വിവാഹ ചടങ്ങിന് ശേഷം സുരഭി ആദ്യം വോട്ട് ചെയ്തു. പിന്നീട് മുട്ടടയിലെത്തി അഖിലും വോട്ട് രേഖപ്പെടുത്തി. രാജ്യത്തിന്റെ ഭാവി തിരഞ്ഞെടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മളുടെ വോട്ട് മിസ്സാക്കാൻ തോന്നിയില്ല. അങ്ങനെ കറക്റ്റ് ഒന്ന് ചെയ്തതാ. വോട്ട് എല്ലാവരുടെയും അവകാശമാണ്. അപ്പം അത് നമ്മൾ കറക്റ്റായിട്ട് എല്ലാ വോട്ടിനും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എല്ലാവരും ചെയ്യുന്നത് പോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കോഴിക്കോട് കോർപ്പറേഷനിലെ കൗൺസിലറായ രേഖയും ഭർത്താവുമാണ് ഈസ്റ്റ് നടക്കാവ് UP സ്കൂളിലെത്തി വോട്ട് ചെയ്തത്. കണ്ണൂരിലെ ചടങ്ങുകൾക്ക് ശേഷമാണ് നവദമ്പതികൾ വോട്ട് ചെയ്യാനെത്തിയത്. വോട്ട് ചെയ്ത് കല്യാണം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് നമ്മുടെ സ്കൂളിലേക്ക് വന്ന് വോട്ടുകൾ രേഖപ്പെടുത്തി തിരിച്ചു പോകും. തിരിച്ച് കണ്ണൂരേക്ക് തന്നെയാണ് പോകുന്നത്. വോട്ട് ചെയ്യാനായി കോഴിക്കോടേക്ക് വന്നതാണ്. ഞാൻ രാവിലെ 7 മണിക്ക് പോയിട്ട് വോട്ട് ചെയ്ത് അതിനുശേഷമാണ് കല്യാണ ചടങ്ങിലേക്ക് ചേർന്നത്. നവദമ്പതികൾ എത്തിയപ്പോൾ വോട്ട് ചെയ്യാനായി നേരത്തെ വരി നിന്നിരുന്നവർ മാറിക്കൊടുത്ത് സഹായിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ.